ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഓപ്പൺ വാഷിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റിലത്തെ സർവീസ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നീറ്റായിട്ടൊന്ന് അഴിച്ച് വാഷ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അവിടെയൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ. അപ്പോൾ അത് പെയിൻറ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബാറ്ററി വരുന്ന ഭാഗത്തും ഫ്രണ്ട് കവറും കൂടി അഴിച്ച് ഫുള്ളായിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം അഴുക്കുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ രീതിക്കുള്ള പുതിയ ടയർ ഫ്രണ്ടിലേക്കാണ് യൂസ് ചെയ്തേക്കണേ. ബാക്കിലേക്ക് പഴയ ഇതുമ്പോൾ കിടന്ന ടയർ ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞ ഒരു ടയറിൻ്റെ ഒരു പൊസിഷൻ വ്യത്യാസം പറഞ്ഞു. നമ്മൾ ഓടിക്കുമ്പോൾ അത്ര കാര്യമായിട്ട് തോന്നിയിട്ടില്ല. ഇവിടെ നോക്കുമ്പോൾ ബാക്ക് വീലിൻ്റെ ഡിസ്റ്റൻസ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ശരിക്കും ഏകദേശം ഒരു 2 വിരലും 3 വിരലും കഷ്ടിയാണ് വരുള്ളൂ. ഇത് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞത്. എൻ്റെ കേസ് നിലവിൽ ഓടിക്കുമ്പോൾ വേറെ പ്രോബ്ലം കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വാഷിങ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ഇട്ടുന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയി ബോഡിയൊക്കെ ഒന്ന് കയറ്റിയതിന് ശേഷം ബില്ലാക്കിയിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.